വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെ ആണ് ആദ്യം. ഇറാനിലെ നടാൻസ് ആണവ കേന്ദ്രത്തിൽ ചോർച്ച ഉണ്ടായിരിക്കുന്നു. ഇസ്രായേൽ ആക്രമണത്തിൽ ആണവ കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഇറാന്റെ അറ്റോമിക് എനർജി ഓർഗനൈസേഷനാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കറിയാം, ഇന്നലെ രാത്രിയാണ് വലിയ ആക്രമണം ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയത്. ഇറാന്റെ സൈനിക മേധാവി അടക്കം കൊല്ലപ്പെട്ട പശ്ചാത്തലമുണ്ടായിരുന്നു. സംയുക്ത സൈനിക മേധാവി, നിരവധി സേനാ ഉദ്യോഗസ്ഥരൊക്കെ കൊല്ലപ്പെട്ട പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് വളരെ നിർണായകമായ ഗൗരവതരമായ ഈ വാർത്ത പുറത്തു വരുന്നത്. ആണവ കേന്ദ്രത്തിൽ ചോർച്ച എന്ന് പറയുമ്പോൾ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഇറാനിൽ സംഭവിപ്പിച്ചേക്കാം എന്നുള്ളതാണ്. അഭിലാഷ് രാധാകൃഷ്ണൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അഭിലാഷ്, നമ്മൾ ഈ ഉച്ച മുതൽ തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തുവിടുന്നുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. സ്ഥിരീകരിക്കപ്പെട്ടിരുന്നില്ല. ആണവ കേന്ദ്രത്തിൽ ചോർച്ച എന്ന് പറയുമ്പോൾ അത് സാധാരണ ഒരു സംഭവ വികാസമായി നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. പശ്ചിമേഷ്യയെ ആകെ ആശങ്കയിലാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? ശരിയാണ് രഞ്ജിത്ത് പറഞ്ഞതുപോലെ ഇത് ഒരിക്കലും നമുക്ക് തള്ളിക്കളയാവുന്നത് അല്ലെങ്കിൽ ചെറിയൊരു കാര്യമെന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു വിവരമല്ല ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിന്ന് പുറത്തു വരുന്നത്. ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. നദാൻസ് എന്ന് പറയുന്ന ഇറാന്റെ ആണവ റിയാക്ടർ ഉള്ള ഏരിയയിൽ അവിടെ ഇപ്പോൾ ലീക്ക് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അറ്റോമിക് എനർജി ഓർഗനൈസേഷൻ ഓഫ് ഇറാൻ, അതിൻ്റെ തലവനായിട്ടുള്ള മുഹമ്മദ് ഇസ്ലാമിയാണ് ഇപ്പോൾ ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. പുറത്തുനിന്ന്, അതായത് ഈ നദാൻസിലെ ഇവരുടെ ആണവ റിയാക്ടറിൽ നിന്ന് പുറത്തേക്ക് ഈ ആണവ ഇത് പുറത്തോട്ട് വരുന്നുണ്ട്. അതിൻ്റെ പുറത്ത് ഭാഗങ്ങളിലേക്ക് അത് വ്യാപിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് അവിടുന്ന് പുറത്തു വരുന്നത്. അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കാനുള്ളൊരു സാധ്യത നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ്. കാരണം ഇത്തരത്തിൽ ആണവ കേന്ദ്രത്തിൽ നിന്നുള്ള പുറത്തു വരുന്ന കെമിക്കൽസ് ഉണ്ട്. അത് നമുക്ക് അറിയാം. അതിൻ്റെ അയഡിൻ 131, cesium 137, സ്ട്രോൺഷ്യം 90 തുടങ്ങിയിട്ടുള്ള മാരകമായിട്ടുള്ള കെമിക്കലുകൾ പുറത്തേക്ക് വന്നാൽ, അത് മണ്ണിൽ കലർന്നാൽ, ആളുകളിലേക്ക് എത്തിയാൽ അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ വരും കാലങ്ങളിലും അതുപോലെ തന്നെ ദൂരവ്യാപകമായിട്ടുള്ള കാര്യങ്ങളും അവിടെ ഉണ്ടാവും. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇറാന് മുന്നിൽ ഉണ്ടാകും. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും ഈ ആണവ റിയാക്ടറിൽ നിന്ന് ഇത് എത്രത്തോളം ഇത് പുറത്തേക്ക് വരുന്നു, ഇത് പുറത്തേക്ക് വരുന്നതിൻ്റെ അളവ് എത്രയാണ്, അതിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ തീവ്രത വർദ്ധിക്കുന്നത്. ഇപ്പോൾ ഈ നിലവിലെ സാഹചര്യത്തിൽ പറയുന്നത് ആണവ റിയാക്ടറിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം പോയിട്ടുണ്ടെന്നുള്ള കാര്യത്തിലൊന്നും നമുക്ക് അന്വേഷണത്തിൽ നിന്ന് പുറത്തു വരേണ്ടതുണ്ട്. വരും മണിക്കൂറുകളിൽ അക്കാര്യം പുറത്തു വരും. പക്ഷേ നിലവിൽ അവിടുന്ന് മുഹമ്മദ് ഇസ്ലാമി പറയുന്നതനുസരിച്ച് നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. എന്തായാലും പുറത്ത് ഈ ലീക്ക് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ആക്രമണമാണ് രാവിലെ ഉണ്ടായത്. 5 റൗണ്ടാണ് ഇന്ന് വെളുപ്പിന് 3 മണിക്ക് 5 റൗണ്ട് ആക്രമണമാണ് നദാൻസിലടക്കം ഇസ്രായേൽ നടത്തിയത്. ഇതിൻ്റെ പുറമെയാണ് ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഉച്ച മുതൽ തന്നെ ആണവ റിയാക്ടറിലുണ്ടായ ആക്രമണത്തിന് പിന്നാലെ അവർ ചോർച്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ വൈകുന്നേരം, ഈ വൈകിയ വേളയിലാണ് ഇപ്പോൾ അതിൻ്റെ സ്ഥിരീകരണം ഉണ്ടായിരിക്കുന്നത്. അതിൻ്റെ തീവ്രത എത്രത്തോളമാണ് എന്നുള്ളതാണ് ഇനി വരും മണിക്കൂറുകളിൽ നമുക്കറിയുന്നത്. ഇനി വലിയ തീവ്രതയാണെന്നുണ്ടെങ്കിൽ ക്യാൻസർ അടക്കമുള്ള മാരകമായ രോഗങ്ങൾ ആൾക്കാർക്ക് പകരാനും, അതുപോലെ ഇനി ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന കുട്ടികൾക്ക് പ്രശ്നമുണ്ടാവുന്നതടക്കമുള്ള വലിയ വലിയ പ്രത്യാഘാതങ്ങൾ ഇറാൻ നേരിടേണ്ടി വരുമെന്നുള്ളതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകില്ല എന്ന് തന്നെയാണ് നമുക്ക് പ്രത്യാശിക്കേണ്ടത്. എന്നിരുന്നാൽ പോലും ഇതിൻ്റെ വരും മണിക്കൂറുകളിലാണ് ഇതിൻ്റെ തീവ്രത എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം അത്ര വലിയ ആക്രമണമാണ് ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്ക് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, ഇത് ആളുകൾക്ക് മനുഷ്യരിലുണ്ടാവുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് പുറമെ അവിടുത്തെ മണ്ണിലായാലും അത്തരത്തിൽ ഭാവിയിൽ നമുക്ക് നട്ടു വളർത്തുന്ന വിളകളിലൊക്കെ ഇത്തരത്തിൽ ഈ കെമിക്കലുകൾ കടന്നാൽ അതെല്ലാം നശിച്ചു പോകും. ഭാവിയിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് കടക്കും. മണ്ണ് നഷ്ടമാകും, വെള്ളം നഷ്ടമാകും, അതുപോലെ മീന്, മത്സ്യസമ്പത്ത്, അങ്ങനത്തെയുള്ള വലിയ രീതിയിലുള്ള, പണ്ട് നമ്മൾ ജപ്പാനിൽ കണ്ടത് അതിനനുസൃതമായിട്ടുള്ള അത്തരത്തിലുള്ള വലിയ വലിയ വിപത്തുകളായിരിക്കും ഇറാനെ കാത്തിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ നമുക്കറിയാം, ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്നാണ് ഇസ്രായേൽ സ്ഥിരീകരിച്ചത്. അഭിലാഷ്, അല്ലാതെ മറ്റ് ജനവാസ മേഖലകളിലോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആക്രമണമോ തങ്ങൾ നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. ആക്രമണം വലിയ വിജയമായിരുന്നു എന്നവർ പ്രഖ്യാപിക്കുന്നു. ഏറ്റവും ഒടുവിൽ ട്രംപിൻ്റെ ഭീഷണി ഇറാനെതിരെ വന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഒരുപാട് ക്ഷമിച്ചു, ഒരുപാട് സഹിച്ചു, ഒടുവിൽ എന്നിട്ടും നിങ്ങളൊന്നും പാഠം പഠിച്ചില്ല, ഇനിയും നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ ആക്രമണങ്ങളായിരിക്കുമെന്നുള്ളതാണ്. തിരിച്ച് ഇറാൻ്റെ ഭാഗത്തു നിന്ന് ചില മിസൈലുകൾ, ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് കുതിച്ചെത്തി എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ എന്തെങ്കിലും നമുക്ക് ലഭ്യമാകുന്നുണ്ടോ അഭിലാഷ്?
രഞ്ജിത്ത്, നമുക്കറിയാം ഇന്ന് രാവിലെ 3 മണിക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് 5 റൗണ്ട് വലിയ രീതിയിലുള്ള ബോംബിങ്ങിന് ശേഷം തിരിച്ചടിച്ചു. അലി ഖംനെയും മസൂദ് പസഷ്കിയനും തിരിച്ചടിക്കുമെന്ന് പറഞ്ഞതിന് മണിക്കൂറുകൾക്കകം തന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലേക്ക് 100 കണക്കിന് ഡ്രോണുകളാണ് പായിച്ചത്. ആ ഡ്രോണുകളിൽ പലതും ഇസ്രായേൽ നിർവീര്യമാക്കി എന്ന് പറയുന്നുണ്ട്, പലതും ആളില്ലാത്ത സ്ഥലങ്ങളിലേക്ക് വീണു എന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും ഇസ്രായേലിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ ഈ ഡ്രോൺ വന്നിട്ട് എന്തുമാത്രം അപകടങ്ങൾ ഉണ്ടാക്കി എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലെങ്കിൽ പോലും ഇറാന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഇസ്രായേലിൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും ഇറാനിലേക്ക് ആക്രമണം ഉണ്ടായെന്നുള്ള വാർത്തകളും അതിന് പിന്നാലെ തന്നെ പുറത്തു വരുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വാർത്ത, വാഷിംഗ്ടണിൽ നിന്ന് ഇസ്രായേലിലേക്ക് സൈനികരെ അയക്കാനായിട്ട് അമേരിക്ക തീരുമാനിക്കുന്നു. അതുപോലെ ആയുധങ്ങൾ ഇസ്രായേലിലേക്ക് കൂടുതലായി എത്തിക്കാനുള്ള നീക്കങ്ങൾ അമേരിക്കയിൽ നടക്കുന്നുവെന്ന് വേണം കരുതാൻ. അങ്ങനെ ഒരു നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ടെങ്കിൽ കൃത്യമാണ് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാനുള്ള തീരുമാനങ്ങൾ അവിടെ എടുക്കുന്നു, അതിനുള്ള നടപടികൾ ഇറാനിൽ ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നടപടി. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇപ്പോൾ നാഥൻസ് എന്ന് പറയുന്ന ആണവ റിയാക്ടറിലുണ്ടായ ചോർച്ചയടക്കം ഇറാനെ സംബന്ധിച്ച് വലിയ വ്യാപകമായ നഷ്ടമാണ് ഇറാനിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതിനൊക്കെ തിരിച്ചടി കൊടുക്കും എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയും ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പസഷ്കിയനും പറഞ്ഞ സ്ഥിതിക്ക് ഏത് നിമിഷവും വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ഒരു സാഹചര്യത്തിലാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാടുണ്ടായിരിക്കുന്നത്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ആദ്യത്തെ റൗണ്ട് ആക്രമണം ഇന്ന് ഉച്ചയോടെ തന്നെ ഉണ്ടായി. അതിനുശേഷമാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇറാനിലേക്ക് മറ്റൊരു ആക്രമണം ഉണ്ടായത്. ഇതിപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷം എന്നുള്ളതിനുപരി അത് വലിയൊരു യുദ്ധത്തിലേക്കും ആണവ യുദ്ധത്തിലേക്ക് കടക്കുമോ എന്നുള്ള ഭയത്തിലാണ് ലോകത്തെ വിദഗ്ധരെല്ലാം നിരീക്ഷിക്കുന്നത്. കാരണം അത്രയധികം ഡാമേജ് ഇറാനിൽ ഇസ്രായേൽ ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ആക്രമണം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം 1980 ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധത്തിന് ശേഷം ഇതാദ്യമാണ് ഇറാനിൽ ഇത്രയും വലിയൊരു ആക്രമണം ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കറിയാം 2023 ഒക്ടോബർ 7 യഹിയ സിൻവാർ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണത്തിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധസമാനമായ യുദ്ധം തന്നെ ഉണ്ടാവുന്നതും. അതിനുശേഷം ഹമാസിനൊപ്പം ഇറാനും ഹെസ്ബുള്ളയും ഹൂതികളും സിറിയയും എല്ലാം ചേർന്നിട്ട് ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ നടത്തിയത്. അതിന് പിന്നാലെ ഹമാസിന്റെ നേതാവിനെ ഇറാനിലെ തെഹ്റാനിൽ വച്ച് ഇസ്രായേൽ വധിക്കുകയുണ്ടായി. അതാണ് ഈ അടുത്ത കാലത്ത് ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ഏറ്റവും വലിയ ആക്രമണം. അതിനുശേഷം ഇന്ന് വെളുപ്പിനാണ് ഇത്ര വലിയൊരു ആക്രമണം. അതായത് 1980 ഏതാണ്ട് 50 വർഷങ്ങൾക്ക് ശേഷമാണ് ഇറാനിൽ ഇത്രയും വലിയൊരു ആക്രമണം. തീർച്ചയായും അഭിലാഷ് വിശദമായി തന്നെ ആ വിവരങ്ങൾ അഭിലാഷ് പങ്കുവെക്കുകയായിരുന്നു. ഏതായാലും വലിയ ആക്രമണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇറാനെതിരെ ഇസ്രായേൽ സൈനിക നടപടി ആരംഭിച്ചതോടെ കുതിച്ചുയർന്ന അസംസ്കൃത എണ്ണവില ബ്രന്റ് ക്രൂഡ് വില ബാരലിന് 12% ഉയർന്ന് $77.77 വെസ്റ്റ് ടെക്സസ് ഇന്റർമീഡിയറ്റ് വില 12.5% ഉയർന്ന് ബാരലിന് 76.61 നിലവാരത്തിലെത്തി. സ്വർണ്ണവിലയും ഇന്ന് റെക്കോർഡ് മുന്നേറ്റമാണ് നടത്തിയത്. ഗ്രാമിന് ഒറ്റയടിക്ക് 195 രൂപ ഉയർന്ന് 9,295 രൂപയായി. പവന് 1,560 രൂപ ഉയർന്ന് 74,360 രൂപയുമായി.